ധനാഭ്യർത്ഥനകളുടെ പരിശോധന സംബന്ധിച്ച 4ാമത് റിപ്പോർട്ടിലെ ശുപാർശകളിന്മേലുള്ള ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട്, 2025 കേരള ഏക കിടപ്പാടം സംരക്ഷണ ബിൽ സംബന്ധിച്ച സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് എന്നിവ സമർപ്പിക്കുന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് കമ്മിറ്റി ചെയർപേഴ്സൺ ഇ ചന്ദ്രശേഖരന് കമ്മിറ്റിയുടെ 67 മുതൽ 72 വരെ റിപ്പോർട്ടുകൾ സമർപ്പിക്കാവുന്നതാണ്. സർ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ സംബന്ധിച്ച സമിതിയുടെ ചെയർപേഴ്സണായ ഞാൻ സമിതിയുടെ 67 മുതൽ 72 വരെയുള്ള റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നു. ശ്രീ വിൻസെന്റ്, അങ്ങയുടെ ക്രമപ്രശ്നം നോട്ട് ഇൻ ദ സീറ്റ്. ധനകാര്യ 2025-26 സാമ്പത്തിക വർഷത്തെ ബജറ്റിന്മേൽ ഉപധനപരി സംബന്ധിച്ച് ചർച്ചയും വോട്ടെടുപ്പ്. താഴെ പറയുന്ന മന്ത്രിമാർ പ്രത്യേക ലിസ്റ്റിൽ കൊടുത്തിട്ടുള്ള ഉപധനപരി സംബന്ധിച്ച് ഉപക്ഷേപങ്ങൾ അവതരിപ്പിക്കണം. ശ്രീ പിണറായി വിജയൻ. സർ, നീതിന്യായ നിർവഹണം എന്ന 3ാം നമ്പർ ധനാഭ്യർത്ഥനയുടെ പേരിൽ 2000 രൂപയുടെയും പോലീസ് എന്ന 12ാം നമ്പർ ധനാഭ്യർത്ഥനയുടെ പേരിൽ 2000 രൂപയുടെയും സ്റ്റേഷനറിയും അച്ചടിയും മറ്റ് ഭരണപരമായ സർവീസുകളും എന്ന 14ാം നമ്പർ ധനാഭ്യർത്ഥനയുടെ പേരിൽ 48,67,50,000 രൂപയുടെയും ഉപധനാഭ്യർത്ഥന അനുവദിക്കണമെന്ന ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കുന്നു. ശ്രീ എം ബി രാജേഷ്. സർ, എക്സൈസ് എന്ന 8ാം നമ്പർ ധനാഭ്യർത്ഥനയുടെ പേരിൽ 1000 രൂപയുടെ ഉപധനാഭ്യർത്ഥന അനുവദിക്കണമെന്ന ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കുന്നു. ശ്രീ പി എം മുഹമ്മദ് റിയാസ്. സർ, പൊതുമരാമത്ത് എന്ന 15ാം നമ്പർ ധനാഭ്യർത്ഥനയുടെ പേരിൽ 124,20,30,35,000 രൂപയുടെ ഉപധനാഭ്യർത്ഥന അനുവദിക്കണമെന്ന ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കുന്നു. ശ്രീ ഒ ആർ കേളു. സർ, പട്ടികജാതി പട്ടികവർഗ മറ്റ് പിന്നാക്ക ന്യൂനപക്ഷ വിഭാഗങ്ങൾ എന്നിവരുടെ ക്ഷേമം എന്ന 25ാം നമ്പർ ധനാഭ്യർത്ഥനയുടെ പേരിൽ 5 കോടി രൂപയുടെ ഉപധനാഭ്യർത്ഥന അനുവദിക്കണമെന്ന ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കുന്നു. ശ്രീ കെ എൻ ബാലഗോപാൽ. സർ, പലവക സാമ്പത്തിക സർവീസുകൾ എന്ന 28ാം നമ്പർ ധനാഭ്യർത്ഥനയുടെ പേരിൽ 3000 രൂപയുടെ ഉപധനാഭ്യർത്ഥന അനുവദിക്കണമെന്ന ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കുന്നു. ശ്രീ പി രാജീവ്. സർ, വ്യവസായങ്ങൾ എന്ന 37ാം നമ്പർ ധനാഭ്യർത്ഥനയുടെ പേരിൽ 17,33,14,000 രൂപയുടെ ഉപധനാഭ്യർത്ഥന അനുവദിക്കുന്ന ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കുന്നു. ഡോക്ടർ ആർ ബിന്ദു. സർ, സാമൂഹ്യ സുരക്ഷിതത്വവും ക്ഷേമവും എന്ന 46ാം നമ്പർ ധനാഭ്യർത്ഥനയുടെ പേരിൽ 20,25,000 രൂപയുടെ ഉപധനാഭ്യർത്ഥന അനുവദിക്കണമെന്ന ഉപക്ഷേപം ഞാൻ എല്ലാ ഉപക്ഷേപങ്ങളെയും പിന്താങ്ങേണ്ടതാണ്. ചർച്ചയില്ല. നീതിന്യായ നിർവഹണം എന്ന 3ാം നമ്പർ ധനാഭ്യർത്ഥനയുടെ പേരിൽ 2000 രൂപയുടെ ഉപധനാഭ്യർത്ഥന അനുവദിക്കുന്ന ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ ഉപക്ഷേപം പാസ്സായിരിക്കുന്നു, ഗ്രാന്റ് അനുവദിച്ചിരിക്കുന്നു. പോലീസ് എന്ന 12ാം നമ്പർ ധനാഭ്യർത്ഥനയുടെ പേരിൽ 2000 രൂപയുടെ ഉപധനാഭ്യർത്ഥന അനുവദിക്കുന്ന ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ ഉപക്ഷേപം പാസ്സായിരിക്കുന്നു, ഗ്രാന്റ് അനുവദിച്ചിരിക്കുന്നു. സ്റ്റേഷനറിയും അച്ചടിയും മറ്റ് ഭരണപരമായ സർവീസുകളും എന്ന 14ാം നമ്പർ ധനാഭ്യർത്ഥനയുടെ പേരിൽ 48,67,50,000 രൂപയുടെ ഉപധനാഭ്യർത്ഥന അനുവദിക്കുന്ന ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ ഉപക്ഷേപം പാസ്സായിരിക്കുന്നു. എക്സൈസ് എന്ന 8ാം നമ്പർ ധനാഭ്യർത്ഥനയുടെ പേരിൽ 1000 രൂപയുടെ ഉപധനാഭ്യർത്ഥന അനുവദിക്കുന്ന ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ ഉപക്ഷേപം പാസ്സായിരിക്കും, ഗ്രാന്റ് അനുവദിച്ചിരിക്കുന്നു. പൊതുമരാമത്ത് എന്ന 15ാം നമ്പർ ധനാഭ്യർത്ഥനയുടെ പേരിൽ 124,20,30,000 രൂപയുടെ ഉപധനാഭ്യർത്ഥന അനുവദിക്കുന്ന ഉപക്ഷേപത്തെ അനുകൂലിക്കുന്ന ഉപക്ഷേപം പാസ്സായിരിക്കുന്നു, ഗ്രാന്റ് അനുവദിച്ചിരിക്കുന്നു. പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ക്ഷേമം എന്ന 25ാം നമ്പർ ധനാഭ്യർത്ഥനയുടെ പേരിൽ 5 കോടി രൂപയുടെ ഉപധനാഭ്യർത്ഥന അനുവദിക്കുന്ന ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ ഉപക്ഷേപം പാസ്സായി ഗ്രാന്റ് അനുവദിച്ചിരിക്കുന്നു. പലവക സാമ്പത്തിക സർവീസുകൾ 28ാം നമ്പർ ധനാഭ്യർത്ഥനയുടെ പേരിൽ 3000 രൂപയുടെ ഉപധനാഭ്യർത്ഥന അനുവദിക്കുന്ന ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ ഉപക്ഷേപം പാസ്സായിരിക്കുന്നു, ഗ്രാന്റ് അനുവദിച്ചിരിക്കുന്നു. വ്യവസായങ്ങളെന്ന 37ാം നമ്പർ ധനാഭ്യർത്ഥനയുടെ പേരിൽ 17,33,16,000 രൂപയുടെ ഉപധനാഭ്യർത്ഥന അനുവദിക്കുന്ന ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ ഉപക്ഷേപം പാസ്സായിരിക്കുന്നു. റോഷിയുണ്ട്. റോഷി, സഭയിൽ ഇപ്പോഴും ബഹളം തുടരുകയാണോ? എന്താണ് അവിടെ സംഭവിക്കുന്നത്? അക്ബർ, ഇപ്പോഴും സഭയ്ക്കകത്ത് പ്രതിപക്ഷങ്ങൾ പ്രതിഷേധം തുടരുന്നുണ്ട്. നടുത്തളത്തിൽ സ്പീക്കറുടെ ഡയസിന് സമീപമാണ് പ്രതിഷേധമുള്ളത്. സ്പീക്കറുടെ മുഖം മറച്ച ബാനറുണ്ട്. അതിന് പുറമെ അംഗങ്ങളുടെയൊക്കെ കയ്യിൽ ഫ്ലക്സ് ബോർഡുകളുമുണ്ട്, ചെറിയ പ്ലക്കാർഡുകളുമുണ്ട്. ഇങ്ങനെ പ്ലക്കാർഡുകളൊക്കെ ഉയർത്തി മന്ത്രി വി എൻ വാസവന്റെ രാജി, ഒപ്പം ദേവസ്വം ബോർഡ് അധ്യക്ഷനെ പുറത്താക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള പ്രതിഷേധമാണ്. അത് ചോദ്യോത്തര വേളയുടെ തുടക്കത്തിൽ തുടങ്ങിയ ആ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. സ്പീക്കർ പലവട്ടം പ്രതിപക്ഷങ്ങളോട് ഇരിപ്പിടത്തിലേക്ക് മടങ്ങാൻ ആവശ്യപ്പെട്ടെങ്കിലും അവർ പ്രതിഷേധം ശക്തമായി തുടരുന്നുണ്ട്. നേരത്തെ പാർലമെന്ററി കാര്യ മന്ത്രി എം പി രാജേഷ് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കിയതാണ്. ഇത് ജനങ്ങളോടുള്ള അനാദരവാണ്.
സ്പീക്കറോടും സഭയോടുള്ള അനാദരവാണ് എന്ന നിലപാടാണ്. മാത്രവുമല്ല അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടില്ല. വിഷയം സഭയിൽ ഉന്നയിക്കാനുള്ള യാതൊരു തയ്യാറെടുപ്പില്ല. നേരെ മറിച്ച് സഭ ഇന്ന് സ്തംഭിപ്പിക്കാനുള്ള തയ്യാറെടുപ്പുമായി തന്നെയാണ് മുൻകൂട്ടി പ്രതിപക്ഷം വന്നത് എന്ന ആരോപണമാണ് മന്ത്രി ഉയർത്തിയത്. ഇതൊന്നും ഈ പ്രതിഷേധങ്ങളൊന്നും ഈ സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഭരണപക്ഷങ്ങളുടെ പ്രതിഷേധങ്ങളൊക്കെ വകവെക്കാതെ പ്രതിപക്ഷം ഇപ്പോഴും നടുത്തളത്തിൽ പ്രതിഷേധം തുടരുകയാണ്. സഭ ഇന്ന് സ്തംഭിപ്പിക്കാൻ ഉറച്ചുള്ള തീരുമാനമെടുത്ത് തന്നെയാണ് പ്രതിപക്ഷങ്ങൾ സഭയ്ക്കകത്തേക്ക് എത്തിയത്. അമ്പലം വിഴുകികളെന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ദേവസ്വം മന്ത്രിക്കും ദേവസ്വം അധ്യക്ഷനും എതിരെയുള്ള പ്രതിഷേധം സഭയ്ക്കകത്ത് തുടരുന്നത്. സഭയ്ക്ക് പുറത്തും വലിയ പ്രതിഷേധം വരും ദിവസങ്ങളുണ്ട്. നാളെ പത്തനംതിട്ടയിൽ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ കോൺഗ്രസിന്റെയും പോഷക സംഘടനകളുടെയും വലിയ പ്രതിഷേധങ്ങൾക്കാണ് വരും ദിവസങ്ങളിൽ. ശരി റോഷി, ഞാൻ മടങ്ങിയെത്താം. സഭയിൽ വീണ്ടും ബഹളം തുടരുകയാണ്. കൂടുതൽ വിവരങ്ങളിലേക്ക് വരണം. നിർണായകമായ ചില വിവരങ്ങൾ കൂടി അല്പസമയത്തിനുള്ളിൽ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കും.